മുകേഷിനെ മുകേഷിനെ അടക്കം സംരക്ഷിക്കുന്നില്ലേ എന്ന ചോദ്യം. ഇത്തരം ചോദ്യങ്ങളെ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും അഭിസംബോധന ചെയ്യുക എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. 11 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. സജിത്ത്, രാഷ്ട്രീയമായി ഒരു വാദപ്രതിവാദത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്, നടപടി, പ്രത്യേകിച്ച് പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അതിജീവിതയുടെ പരാതിയിന്മേൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെക്കൻഡിൽ തന്നെ KPCCയുടെ പ്രസ് റിലീസ് പുറത്തു വരുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത്. അങ്ങനെ ഒരു നടപടി എടുത്തു നിൽക്കുമ്പോൾ അതിലൂടെ മുഖം രക്ഷിക്കാനായി എന്നുള്ളതാണല്ലോ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. ഇനിയുള്ള തുടർ ആരോപണങ്ങൾ, പിന്നീട് CPIMനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, അതൊക്കെ എത്രത്തോളം ഗുണകരമാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് CPIMന്റെ നീക്കം. അഭിലാഷ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം, അതിൻ്റെ തുടക്ക ദിവസങ്ങളിൽ രാഹുലിൻ്റെ ഒളിവ് ജീവിതവും നിയമനീക്കങ്ങളും ഒക്കെയാണ് നിറഞ്ഞു നിന്നത്. പക്ഷേ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം വരുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും മറ്റും നടക്കാൻ പോകുന്നത്. എന്തായാലും ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ രാഷ്ട്രീയം ചർച്ചയാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നോക്കുക, സംസ്ഥാനത്ത് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ജില്ലകളിൽ, തെക്കൻ ജില്ലകളിൽ 2 ദിവസം മാത്രമാണ്, ഇന്ന് കൂട്ടാതെ 3 ദിവസം, ഇന്നത്തെ ഉൾപ്പെടെ 3 ദിവസങ്ങൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുന്നത്. ഈ 2 ദിവസവും രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് കോൺഗ്രസ് അവരെ ഗ്രസിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ നിന്നും മറികടക്കാനുള്ള, പുറത്തു വരാനുള്ള അവരുടെ ശ്രമം. അതാണ് ഇന്ന് VD സതീശൻ, ഇന്ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നറിഞ്ഞു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ മാധ്യമങ്ങളെ കണ്ട് CPIMനോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? നിങ്ങളുടെ നേതാവിനെതിരായ പരാതിയിൽ എന്ത് നടപടിയെടുത്തു? അവിടെ CPIM പറയുന്ന ഒരു ന്യായം, അദ്ദേഹം പാർട്ടി അംഗമല്ല, അതായത് മുകേഷ് പാർട്ടി അംഗമല്ല, അതുകൊണ്ട് പാർട്ടിയിൽ നടപടിയില്ല എന്ന ചോദ്യമാണ്. എന്നാൽ മറിച്ചൊരു ചോദ്യം അവർ ചോദിക്കുന്നത് ഇതാണ്, കാരണം LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതാണ് VD സതീശൻ ഉന്നയിച്ച കാര്യം. അതായത് മുഖ്യമന്ത്രിക്ക് ഇന്ന് കൊച്ചിയിൽ മറുപടി പറയാനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് VD സതീശൻ യഥാർത്ഥത്തിൽ ചെയ്തത്. സ്വാഭാവികമാണ്, മുഖ്യമന്ത്രിയുടെ മറുപടി പറയും. ഇക്കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പരാമർശിച്ച് തന്നെ പോകും. അത് ബോധപൂർവമായി തന്നെ മുഖ്യമന്ത്രി ഇത്തരമൊരു മീറ്റ് ദി പ്രസ് പരിപാടി വിളിച്ചു ചേർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേക താല്പര്യമെടുത്തുകൂടിയാണ് ഇന്ന് കൊച്ചിയിൽ, അടുത്ത ദിവസം തൃശ്ശൂരിൽ, പിന്നീട് വടക്കൻ ജില്ലകളിൽ, അത്തരം ഇടങ്ങളിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സമ്മതിച്ചു പോവുക എന്നത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. സ്വാഭാവികമായി ഉന്നയിക്കാൻ അവർക്ക് വിഷയങ്ങളുണ്ട്, അത് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കോൺഗ്രസിനെ ഗ്രസിക്കുന്ന പ്രശ്നം ഒന്ന്, രാഹുൽ മാങ്കൂട്ടം വിവാദമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി. പ്രത്യേകിച്ച് ഇതൊരു വിഷയമല്ല, മറ്റു പ്രശ്നങ്ങളെന്നൊക്കെ പറയുമ്പോഴും മാധ്യമങ്ങളെല്ലാം ഈ വിഷയങ്ങളിൽ ഊന്നി നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അത്തരം മാധ്യമങ്ങളുമായി ചേർന്ന് പോകുന്ന പ്രചരണ തന്ത്രമാണല്ലോ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പൊതുവിലുണ്ടാവുന്നത്. അതാണ് അവർക്ക് കുഴയ്ക്കുന്ന ഒരു വിഷയവും. മറ്റൊന്നുകൂടിയുണ്ട്, പ്രചരണ രംഗത്ത് അണികൾ ഒന്നടങ്കമുണ്ട്. അവർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഈ രാഹുൽ മാങ്കൂട്ടം വിവാദമുണ്ടാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ പ്രചരണ രംഗം അങ്ങേറ്റം തണുത്തുപോയി എന്ന ആക്ഷേപം കൂടി ഉണ്ട്. അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് UDFിൻ്റെ. അപ്പോൾ അത്തരം അണികൾക്ക് കൂടി ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുക, അണികൾക്കെതിരെ കൂടുതൽ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി VD സതീശൻ്റെ ഈ രാഷ്ട്രീയ നീക്കത്തിനുണ്ട്. സതീശന് പിന്നാലെ മറ്റു നേതാക്കളെല്ലാം ഇതേ നിലപാട് തന്നെ എടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുഖ്യമന്ത്രി എന്തു പറയുമെന്നതും പ്രസക്തമാണ്. എന്തായാലും VD സതീശൻ്റെ ആക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ അതിനും അപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൂടി ഉണ്ടായാൽ സ്വാഭാവികമായും UDF മുന്നോട്ട് വെക്കുന്ന ഈ പ്രതിരോധം നിലനിൽക്കുമോ എന്നതും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. തീർച്ചയായും അതാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രതിരോധങ്ങൾ എന്തൊക്കെ, മുഖ്യമന്ത്രിക്കും എന്താണ് പറയാനുള്ളത് എന്നത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. 11 മണിക്കാണ് കൊച്ചിയിലെ പ്രസ് ക്ലബ്ബിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ CPIM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യം തന്നെയാണ് 9ാമത്തെ ദിവസവും അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. അതിന് മറുപടിയില്ലേ പോലീസെ എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പറ്റുന്നില്ല? അതിൽ ആണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയം മുമ്പ് നൽകിയിട്ടുള്ള പ്രതികരണം എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതിന് നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിന് നേരെ വളരെ പെട്ടെന്ന് ഒരു വിമർശനം ഉയർന്നു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ഒന്നുമല്ല ചെയ്തത്. മറിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് നേരത്തെ തന്നെ അന്തരീക്ഷത്തിൽ ഉള്ളതാണ്.
അത്തരം ചില സൂചനകളും വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പിന്നീട് അതിജീവിതയെ അന്വേഷണ സംഘം അടക്കം പ്രത്യേക സംഘമടക്കം സമീപിച്ചിരുന്നു. പരാതിയില്ലാത്ത പശ്ചാത്തലമുണ്ടാകുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ തിരക്കിലാകുന്നു. പാലക്കാട് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യാപകമാകുന്ന സമയം, ആ സമയത്താണ് ഈ ഒരു പരാതി ലഭിക്കുന്നത്. ആ പരാതിയുമൊക്കെ അങ്ങനെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി എന്നൊന്നും നമുക്ക് കരുതാനാകില്ല. അതിജീവിതയ്ക്ക് കൃത്യമായ നിയമോപദേശം ലഭിച്ചിട്ടുണ്ടാകാം, അതിന് ചിലപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. കൃത്യമായി ഇങ്ങനെ ഒരു പരാതി ലഭിക്കാം എന്നുള്ള സൂചന നേരത്തെ തന്നെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ കണ്ടെത്താൻ പറ്റാതെ പോകുന്നത് എന്ന ചോദ്യം ആണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോടക്കം ചോദിച്ചത്. ഒരു പോലീസുകാരനെ പോലും നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പറ്റുമായിരുന്നില്ലേ? ഇന്നലെ നമുക്കറിയാം ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ നാടകീയമായ സംഭവങ്ങളായിരുന്നു. വലിയ തോതിൽ പോലീസ് സന്നാഹം നിലയുറപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങും എന്ന സൂചനകളുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം പോലീസിന്റെ കസ്റ്റഡിയിലാണോ എന്ന സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഏറെ നാടകീയമായ സാഹചര്യമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഇതാ കെ വി ബൈജു ആണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. ബൈജു, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ 12 മണിയോടുകൂടി തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഹോസ്ദുർഗ് കോടതിയിലായിരിക്കുമെന്നതായിരുന്നു റിപ്പോർട്ടുകൾ. അങ്ങനെ ആ സമയത്ത് വലിയ പോലീസ് സംവിധാനം, അവിടെ ജഡ്ജി അടക്കം രാത്രിയും തുടർന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ എന്താണ് പശ്ചാത്തലം ബൈജു? അഭിലാഷ, ഞാനിപ്പോൾ ഉള്ളത് ഹോസ്ദുർഗ് കോടതിയിൽ തന്നെയാണ്. ഇന്നും അത്തരം സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നതും. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അതുതന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഒരു പക്ഷേ ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങിയേക്കാം. ഇന്നലത്തേതിന് സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. നിലവിൽ 11 മണിയോടുകൂടി അത്തരം നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. ഏതായാലും കർണാടകയിൽ തന്നെ രാഹുൽ ഉണ്ട്. മൊബൈൽ ഫോൺ അല്പസമയത്തേക്ക് സ്വിച്ച് ഓൺ ആയി, പിന്നീട് അത് ഓഫാവുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. അതായത് കൃത്യമായ സഹായം അത് കർണാടകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ചില കോൺഗ്രസ്, ഒരുപക്ഷെ നേരത്തെ യൂത്ത് കോൺഗ്രസിനൊക്കെ പുറത്താക്കപ്പെട്ട സമാനമായ കേസിൽ പുറത്താക്കപ്പെട്ട ആൾക്കാരുടെ സഹായം അത് ഇന്നലെ തന്നെ ലഭിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം 9ാം നാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത്. അഭിമാനമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പിടികൂടണം എന്നത് സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ വല വിരിച്ച് പോലീസ് കാത്തു നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് അതിർത്തികളിൽ, പ്രത്യേകിച്ച് സുള്ളിയ അതുപോലെ തന്നെ പാണത്തൂർ, ഈ 2 വഴി, സുള്ളിയയിൽ നിന്നും ജാൽസൂർ വഴിയാണ് കേരളത്തിൽ കാസർഗോഡേക്ക് കടക്കാൻ സാധിക്കുക. അതോടൊപ്പം പാണത്തൂർ വഴി, ഈ 2 വഴികളിലും പോലീസ് ഇന്നും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കോടതി പരിസരവും പോലീസ് കാവലുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ കീഴടങ്ങാനെത്തിയാൽ പിടികൂടുക, അറസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. അത്തരം നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. അതിന് ഇന്നലെ പ്രത്യേക യോഗമൊക്കെ ഇന്നലെ രാത്രി ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി ഏറെ വൈകുവോളം നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഹോസ്ദുർഗ് കോടതി കസ്റ്റഡിയിലായെന്ന ഒരു അഭ്യൂഹം വലിയ തോതിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വേറെ വൈകിയാണ് അത്തരത്തിൽ കസ്റ്റഡിയിലില്ല എന്ന വിവരം വരുന്നത്. പക്ഷേ ഇന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക, ഒരുപക്ഷെ കോടതിയിൽ കീഴടങ്ങാൻ വന്നാൽ അങ്ങനെ, അതല്ല ഏതെങ്കിലും ഒളിത്താവളം ഉണ്ടെങ്കിൽ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുക. ഏതായാലും കാസർഗോഡിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. ഇന്റലിജൻസ് സംവിധാനങ്ങളും നമുക്ക് നൽകുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. ഏതായാലും പോലീസ് അതീവ ജാഗ്രതയിലാണ്. അറസ്റ്റ് ചെയ്യുക എന്നതിനാണ് അവരുടെ മുന്നിലെ ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു നീക്കം തന്നെയാണ് പോലീസ് നടത്തുന്നത്. ഹോസ്ദുർഗ് കോടതി അല്പസമയത്തിനകം പോലീസ് സുരക്ഷ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഇവിടെ എത്തുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുക, കോടതിക്ക് പുറത്തുനിന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക, അങ്ങനെ ഒരു നീക്കമാണ് പോലീസ് നടത്തുക എന്നതിനാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. ഇപ്പോൾ ഹോസ്ദുർഗ് കോടതിയിൽ നിലവിൽ രാവിലെ മുതൽ തന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരു പക്ഷേ ഇവിടെ, അതല്ലെങ്കിൽ കാസർഗോഡ് ജില്ലാ കോടതി, ഈ 2 ഇടങ്ങളിലാണ് കീഴടങ്ങുന്നെങ്കിൽ സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. അഭിലാഷ്.